ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോ ഇന്ന് നമ്മള് എങ്ങോട്ടാ മുസേ പോകുന്നത്? പാരീസ്. ഓക്കെ, നമ്മുടെ കുറെ നാളായിട്ടുള്ള നമ്മുടെ ആഗ്രഹമാണ് കേട്ടോ പാരീസിൽ പോവാന്നുള്ളത്. ദേ പെട്ടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങോട്ട്. അങ്ങനെ നമ്മള് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഷീച്ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോ നമ്മളെല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയിട്ടുള്ള കാഴ്ചകളും പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. സ്വാഗതം. അപ്പോൾ നമ്മളോട് പൈസ എടുക്കാൻ ഞാൻ പോയത് ഹക്കമറ്റിൽ നിന്ന് ഇങ്ങനെ കാശിങ്ങനെ അടിക്കാൻ ഇഷ്ടമാണ്. കറക്റ്റ് അവിടെ എത്തി കാശെടുത്ത്. അങ്ങനെ ട്രെയിൻ വന്ന് നമ്മൾ കയറി. ഇനി നമുക്ക് വേറൊരു സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് പാരീസിലോട്ടുള്ള ട്രെയിൻ കയറണം. രാവിലെ 7 മണിക്കായിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിന്. അപ്പോൾ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂറോളം ട്രെയിനിൽ നമുക്ക് യാത്രയുണ്ട് കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ രാവിലെ നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ ദേ ഇവിടെ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറേ മാൻ നിൽക്കുന്നുണ്ടായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആടാണോ മാനാണോ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. മാൻ തന്നെയാണെന്നാണ് അവസാനം നമ്മുടെ ഒരു നിഗമനം. നമ്മൾ ട്രെയിനിലാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ നല്ലൊരു പുൽമേട്, നല്ല രസമുണ്ട്. നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിൻ നമുക്ക് മാറി കയറാനുണ്ട് കേട്ടോ. അപ്പോൾ അതെ സ്റ്റേഷൻ ഏകദേശം എത്താറായി. ഒരു ട്രെയിൻ കഴിഞ്ഞു. നമ്മൾ അടുത്ത ട്രെയിൻ അത് കയറിയ ഡയറക്റ്റ് ഇനി പാരീസിലോട്ടാണ് കേട്ടോ. നമ്മളിതേ ഇപ്പോൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇറങ്ങാൻ പോവുകയാണ്. അമ്മൂതെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇത് ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലൻഡിൻ്റെയും ബോർഡറാണ് കേട്ടോ ഈ സ്റ്റേഷൻ. ഇവിടെ നിന്ന് വേണം നമുക്കിനി അടുത്ത ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട്. ആ ട്രെയിൻ ഏകദേശം ഒരു 3 മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അതധികം സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ. ഡയറക്റ്റ് നല്ല ഫാസ്റ്റായിട്ട് പോകുന്ന അതുകൊണ്ടാണ് നമുക്കൊരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മളിനി പ്ലാറ്റ്ഫോം മാറി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകണം. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇവിടുത്തെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞൊരു സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടുള്ള ട്രെയിൻ എടുക്കണേ. ഉറക്കം വരണ്ടോ? അമ്മൂസ് നേരത്തെ എണീറ്റത് കൊണ്ട് അമ്മൂസിന് ഉറക്കം വരുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് 7 മണിക്കായിരുന്നു ട്രെയിൻ. ഇപ്പം 7:50 ആവുന്നു. 15 ഇല്ല ഫെർമേന്ന് എഴുതിയേക്കുന്നത്. നമ്മൾ വന്ന ട്രെയിൻ ഇതാണ് കേട്ടോ. ഈ ബിൽഡിങ് കണ്ടോ, നല്ല രസമില്ല. അതിൻ്റെ ഒരു എനിക്ക് പറഞ്ഞപ്പോൾ ഒരു ബെല്ലിൻ്റെ ഷേപ്പ് പോലെ തോന്നി ഈ നടുക്കത്തെ ഒരു ഇത്. നല്ല രസമുണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ ഉണ്ട്. തണുക്കുണ്ട് അമ്മൂസേ? അമ്മൂസ് തണുത്ത് വിറച്ച് നിൽക്കുകയാണേ. എനിക്ക് നടക്കണ്ടോ? അതെ, നമുക്ക് പോവാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോച്ച് 15 ആണ്. നമുക്ക് 75 ആണ് കേട്ടോ നമ്മുടെ സീറ്റ്. പെട്ടി നമ്മളത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് ട്രെയിനിൽ കയറിയിട്ടുണ്ട്.
നിനക്ക് ചാകാൻ ഉണ്ടാക്കണം സീറ്റ് അവിടെ നിന്റെ ഫുള്ള് ചാടി കിടക്കണം നമ്മളുടെ നേരെക്കണോ ആണല്ലേ ഇതവിടെ സ്റ്റാൻഡുണ്ട് ഇവിടെ ഒരു ടേബിളുണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ടേബിള് അടച്ചു ഇഷ്ടം പോലെ ഇവിടെ ഒരു വേസ്റ്റ് ബാസ്കറ്റ് നമ്മുടെ സീറ്റ് കേട്ടോ ചാർജറുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജിങ് പോർട്ടുണ്ട് നമ്മൾ പെട്ടിനെ അവിടെ ആട്ടോ വെച്ചിരിക്കുന്നത് എവിടെ ട്രെയിനില് ഇവിടെ ആരുണ്ട് അവിടെ ഇപ്പോൾ ഇവിടുന്ന് 8 മണിക്കാണ് ട്രെയിൻ. ഏകദേശം സമയം ആവാറായിട്ടുണ്ട് കേട്ടോ. 57 3 മിനിറ്റും കൂടെ. റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ദേ കറക്റ്റ് 8 മണിയായപ്പോൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഉറങ്ങാൻ പോവാണോ? മറ്റേ ട്രെയിൻ വെച്ച് ഉറക്കം വരണ്ടേ? ഇപ്പൊ ഏകദേശം എല്ലാം ഉറക്കമൊക്കെ പോയി. തണുപ്പ് മാറിയോ? ഇവിടെ ഹീറ്റർ, ഇവിടെ കൂളർ, ഇവിടെ കൂളർ. എൻ്റെ കൂടെ തോറ്റിട്ട് അമ്മ അപ്പയുടെ കൂടെ ജയിക്കാൻ വേണ്ടി പോയേക്കാണ്. മൂന്ന് മണിക്കൂർ ട്രാവലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സമയമുണ്ട്. പക്ഷെ എന്നാലും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും കാണാനൊന്നും പറ്റില്ലല്ലോ. ഇവിടെ പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ട്രെയിനിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കോഫിയോ സ്നാക്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കോഫി വാങ്ങിച്ചിട്ട് ഇതേ കോഫിയൊക്കെ കുടിച്ച് രാവിലെ നേരത്തെ വന്നതാണല്ലോ. അതുകൊണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോവാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളത് കണ്ടോ. നല്ല ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ. അതേ വിൻമില്ല് കണ്ടോ. അവിടെ നമ്മൾ പോകുന്ന 2-3 സ്ഥലത്ത് ഇങ്ങനെ വിൻമില്ല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്ഥലമൊക്കെ ആണെങ്കിലും എനിക്ക് ഈ പച്ചപ്പും പശുവിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇവരെ രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കും. ക്ഷീണമില്ല, പക്ഷെ ഉറക്കം വേണ്ട, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് 3 മണിക്കൂറുണ്ട് കേട്ടോ ഈ ട്രെയിന്. നമ്മൾ 8 മണിക്ക് കയറി. ഇപ്പൊ 10 മണി ആവാറ്. ഇനിയിപ്പോ 1 മണിക്കൂറും കൂടിയേ ഉള്ളൂ. 11 മണിക്ക് നമ്മളെത്തി. അതല്ല സ്ക്രീനിലൊക്കെ ഉണ്ടാവും 11:08 നമ്മളവിടെ എത്തും. അതല്ല, 1 മണിക്കൂറിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ. പക്ഷെ ബാക്കി 2 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി അടുത്ത 1 മണിക്കൂറും കൂടി ഉണ്ട്. അങ്ങനെ ലൈക്ക് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് പിന്നെ കുറേ നേരത്തിനാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത്. അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ. പക്ഷെ 2 മണിക്കൂർ. അമ്മനോട് പറഞ്ഞു, അമ്മ അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ഏട്ടാന്ന്. അപ്പൊ അമ്മ ഹാപ്പി ആയി. അതല്ല, പക്ഷെ 11 മണിക്ക് എത്താന്ന് പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കിയപ്പോ 9:30 ആയിരുന്നില്ല ആ സ്റ്റോപ്പ്. നെക്സ്റ്റ് നമ്മുടെയാണ്. അപ്പൊ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത സ്റ്റോപ്പ്. അത് നമ്മുടെ. പക്ഷെ നല്ല സ്ഥലം ഇഷ്ടായി. അമ്മൂസേ, സ്വിറ്റ്സർലൻഡ് അല്ല പാരീസിൽ പോയിട്ട് ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? എനിക്ക് ദോശ കഴിക്കണം. ദോശയോ? യെസ്. അവിടെ നമ്മുടെ ഹോട്ടലിൽ തൊട്ടടുത്തൊരു കടയുണ്ട്.
അപ്പൊ ആ കടയിൽ പോയിട്ട് ദോശ കഴിക്കണം. ഈ കടയത്ത് ദോശയില്ലേ, ഏത് കട? ഈ ശരവണ ഭവൻ. നമ്മള് ഹോട്ടലിൽ തൊട്ടടുത്തുണ്ട്. 7 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോകാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് അതാണ് കഴിക്കേണ്ടത്. ആദ്യം അവിടെ പോയി വെട്ടി വെച്ച് നേരെ പുറത്തിറങ്ങി ഫുഡ് കഴിക്കണം. ഈ കുറേ നാളിന് ശേഷമാണ് ഈ കടയിൽ നിന്ന് മറ്റേ ദോശ കഴിക്കാൻ പോകുന്നത്. എൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. ഉണ്ടായി കാണാൻ. നമ്മളിപ്പോൾ ഈ കാണുന്നതെല്ലാം കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് വിളവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് പോലെ നിങ്ങൾക്ക് അവിടെ കാണുന്നില്ല, അത് ഈ വൈക്കോൽ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഇതിൽ കൂടെ പോകുമ്പോൾ. നിങ്ങളിപ്പം ഈ ഗോൾഡൻ പുല്ല് കണ്ടല്ലേ, എനിക്ക് ഗോൾഡൻ പുല്ല് കാണുമ്പോഴേക്കും എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മളിപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ നടക്കുവാണെങ്കിൽ നമ്മുടെ ഫുട്പാത്ത് അതിലിങ്ങനെ പ്രിൻ്റ് ആവും. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്നു. പിന്നെ ഇങ്ങനെ വെയിൽ തട്ടുമ്പോൾ ഇങ്ങനെ ഗ്ലോ ആവും. അത് ശരിക്കും ഗ്ലോ ആവുന്നുണ്ട്. ഇപ്പം അവിടെ ഇച്ചിരി ഗ്ലോ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വെയിൽ പോയി. നേരത്തെ അവിടെ നല്ല ഗ്ലോ ഉണ്ടായി, നല്ല രസമുണ്ടായി. ഇപ്പം നമുക്ക് ഇനിയൊരു അരമണിക്കൂർ അല്ല 1.5 മണിക്കൂർ അല്ല 1 മണിക്കൂർ അത്ര മിനിറ്റ്, 40 മിനിറ്റും കൂടെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ മഴക്കാലം. അതല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല ടവറ്, നേരത്തെ പേര് പറഞ്ഞു. നല്ല മഴക്കാറായി, നല്ല സൂപ്പർ വെയിലായിരുന്നു, പെട്ടെന്ന് മഴക്കാറായി. അതൊന്നും കൂടെ പറ. ആപ്പിൾ ടവറാ? നല്ല മഴയായിട്ടാ ഇവിടെ കുറച്ച് വെള്ളം. നമ്മളിത് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് എത്താറായി. പാരീസ് എത്തി. നമ്മൾ ഇറങ്ങാൻ പോവാണ്. We must arrive in platform 7 and you must get off in right side. Thank you for your understanding. Please keep your personal belongings with you while the train is moving. I wish you a very pleasant day. നല്ല മഴയാണ് കേട്ടോ. നമ്മൾ വന്ന ദിവസം നല്ല അടിപൊളി മഴയാണ്. ആദ്യമായിട്ട് ഇത്ര വലിയ ബിൽഡിംഗ് ആണ്. ദുബായിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. സോറി, ഒരു വീടും കൂടെ യൂറോപ്പിൽ ഇത്രയും വലിയ ബിൽഡിംഗ്. സൂപ്പർ അടിപൊളി. ബിൽഡിങ്ങുകളൊക്കെ നല്ല ഭംഗിയുണ്ട്. പഴയ ടൈപ്പ് ബിൽഡിങ്ങുകളെല്ലാം. പക്ഷെ ചില സ്ഥലത്ത് വലിയ, അവിടെയൊക്കെ വലിയ ബിൽഡിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ കുഞ്ഞി കുഞ്ഞി ബിൽഡിംഗ്, പക്ഷെ വലിയ വലിയ ബിൽഡിംഗ്. ബാഗേജ് വെക്കാനൊക്കെ ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ പോക്ക്. ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ എനിക്ക് താഴോട്ട് പോയി. നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അവിടെ പോയി ഇനി ഇവിടെ നിന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ഉണ്ട്. ഈ സുപ്പീസ് നമുക്ക് പറന്ന് വരുമല്ല, പറന്ന് ഇങ്ങനെ മാറത്ത് കൂടെ പറന്ന്. നല്ല മഴ, സൂപ്പർ മഴ. അങ്ങനെ 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ പാരീസിലെത്തിയിരിക്കുന്നു. നല്ല പെരുമഴയോടുകൂടി പാരീസ് നമ്മളെ എതിരേറ്റിരിക്കുന്നു. നല്ല നല്ല വെൽക്കമിങ് ഡ്രിങ്ക്. ഇങ്ങനെ കൊട മാറ്റാ. ഇവിടെ നമ്മൾ ചായ കുടിച്ചു. റെസ്റ്റോറൻ്റ് അവിടെ
നമ്മൾ പാരീസിൽ കാൽകുത്തി. ഇവിടേക്ക് പോള് നല്ല മഴയാണ്. ചാറ്റലടിച്ചിട്ട് മേത്തോട്ടൊക്കെ വെള്ളം തെറിക്കുന്നു. നല്ല മഴ. നമ്മള് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴി തപ്പി നടക്കുകയാണ്. പുറത്തു എല്ലാം കഴിഞ്ഞ് ഇത് പുറത്തോട്ട് പോകണം. ഹോട്ടലിലോട്ടുള്ള വഴി നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഫുൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ട്രെയിനും പല വഴിക്കും ഭയങ്കര വലിയ സ്റ്റേഷനായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ഇൻ ടൈം 2 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 12 മണിയൊക്കെ ആയപ്പോൾ 12:30 ആയപ്പോഴാണ് തോന്നുന്നു നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായി. അപ്പോൾ നമുക്കിനി ലോക്കറിൽ നമ്മുടെ പെട്ടി വെച്ചിട്ട് നമുക്ക് പോവാം. എന്നിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതേ പെട്ടി ലോക്കറിൽ വെക്കാൻ വേണ്ടി പോവാം. പക്ഷെ ചെക്ക് ഇൻ ടൈം 2 മണിക്കാണ്. ഇപ്പൊ സമയം 12:30 ആയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ പെട്ടി വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ അങ്ങനെ അതേ ലോക്കർ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പല പെട്ടി അനുസരിച്ചിട്ട് പെട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഇവിടെ ലോക്കർ അവൈലബിൾ ആണ്. ഏറ്റവും വലിയ പെട്ടിയാണെങ്കിൽ €3, മീഡിയം സൈസ് ആണെങ്കിൽ €2, ചെറുതാണെങ്കിൽ €1. അപ്പോൾ നമ്മുടെ വലിയൊരു പെട്ടി ആയതുകൊണ്ട് നമ്മൾ ആ വലിയ ലോക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള പൈസ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു മാഗ്നറ്റിക് കാർഡ് കിട്ടും. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കർ ഓപ്പണായി വരും. എന്നിട്ട് നമുക്ക് ഓപ്പണായി കഴിയുമ്പോൾ നമ്മുടെ പെട്ടി വെച്ചിട്ട് തിരിച്ച് നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ കാർഡ് മെഷീനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ലോക്കർ ഓപ്പണായി കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഈ ലോക്കറിൻ്റെ സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ പെട്ടിയൊക്കെ വെച്ചിട്ട് നമ്മളിനി പോവുകയാണ് പുറത്തോട്ട് കറങ്ങാൻ വേണ്ടി. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടി വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് മറ്റേ ലൂർ മ്യൂസിയം അതുപോലെ തന്നെ ക്രൂയിസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ അതൊക്കെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.